ജനഗണമന അതുപോലെ തന്നെ വേട്ടയ്യൻ എന്നീ 2 സിനിമകൾ ഡിസ്കസ് ചെയ്യുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിലെ ഒരു അക്യൂസ്ഡിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അയാൾ ഒരു അക്യൂസ്ഡ് മാത്രമാണ്. അതായത് ആ ഒരു കേസിൽ ആ ഒരു കുറ്റവാളിയായി ആരോപിക്കപ്പെട്ട ആളാണ്. സോ അയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ സോഷ്യൽ മീഡിയയിലുള്ള കൂടുതൽ ആൾക്കാരും ബോധേഡ് ആവുന്നില്ല. പക്ഷേ അയാൾ കുറ്റം ചെയ്തു ശിക്ഷിക്കപ്പെടണമെന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് തന്നെ അവർ വരികയാണ്. സോ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് കുറ്റം ആരോപിക്കപ്പെട്ട ആൾ കടന്നു വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. സോ ഇത് ആരുടെയും കുറ്റമല്ല. കാരണം ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു തോട്ട് ഓട്ടോമാറ്റിക്കലി ഹ്യൂമൻസിൻ്റെ ആ ഒരു മൈൻഡിലോട്ട് വരും. സോ അങ്ങനെയുള്ളൊരു മൈൻഡിലോട്ട് വന്ന് കഴിയുമ്പോൾ അയാൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ഒരു തോട്ടിലേക്ക് വരികയാണ്. ആ ഒരു തോട്ടിനെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഫിലിപ്പ് ബ്രാൻഡിനിയുടെ ഡയറക്ഷനാണ്. വയലന്റ് മാൻ, വില്ലൻ, മാൽ പ്രാക്ടീസ് എന്നീ അദ്ദേഹത്തിൻ്റെ വർക്ക്സിന് ശേഷം അദ്ദേഹം ചെയ്യുന്നൊരു സിനിമയാണ്. അദ്ദേഹത്തിന് മികച്ച അഭിപ്രായം കിട്ടിയ വേറൊരു സിനിമയായിരുന്നു ബോയിലിംഗ് പോയിന്റ്. സോ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എടുത്ത് പറയേണ്ട ഒന്നാണ്. കാരണം അത്രയും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമ വളരെ മികച്ച രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തരി പോലും ബോധടിപ്പിക്കാതെ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു നറേഷനാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ പോയിന്റാണ്, അങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് കഴിയുമ്പോൾ കൂടെയുള്ളവർ പോലും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പോയിന്റിലൊക്കെ ഇതിലെ മെയിൻ ആക്ടറായ ഷമേൽ ഗാറിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം വളരെയധികം മാനസിക സംഘർഷങ്ങൾ നേരിടുന്ന ഒരു കഥാപാത്രമാണ്. സോ അത് വളരെ മികച്ച രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻലി പാനിക് ആവുന്ന, ടെൻസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന സീക്വൻസൊക്കെ വളരെ മികച്ച രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.